ഇതെന്താ രാജുവിന്റെ കൂടെ മാഡം വരുന്നത്? എനിക്കറിയാമോ എന്തിനാ വരുന്നേന്ന്. അത് അവളോട് എന്നെ ചോദിക്കണം. ഈ ബാധ ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ. വീണ്ടും വീട്ടിങ്ങനെ കയറി വന്ന അത് ശരിയാവില്ല. ഈ ഗ്യാപ്പിന്ന് രമ്യയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശപ്പിക്കണമെന്ന് വിചാരിച്ചതാ. ഈ വരവ് നിർത്തിച്ചേ പറ്റൂ. മോളെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? അനന്തരാധമേ, എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നുണ്ടോ? അല്ല, അത് മുഖത്തൊക്കെ പറയാൻ പറ്റാത്തോണ്ടായിരിക്കും രാധമ്മ ഒന്നും മിണ്ടാതെ വയ്ക്കുന്നത്. അല്ല രാധമ്മേ? അതെ, ഞങ്ങൾക്ക് പറയണമെന്നുണ്ട്, പക്ഷെ പറയാനും പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷനില്ല. സത്യം പറഞ്ഞ മേഡം ഇപ്പൊ കാണിക്കുന്നതേ ഭയങ്കര മോശം പരിപാടിയാണ്. അളിയ, ഇങ്ങനെ ബന്ധമൊന്നുമില്ലെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് രാജുവിനുടെ ബൈക്കിൽ കയറി ഇങ്ങനെ കറങ്ങുന്നത് എന്തിനാ? ആൾക്കാർ കണ്ട എന്താ പറയാ? നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാ, അന്തസ്സും അഭിമാനമൊക്കെ ഉള്ളവര്. ആ അന്തസ്സും അഭിമാനവും പ്രവൃത്തിയിൽ കൂടി കാണിക്കണം. ഞാൻ നിർത്ത്. സാഹചര്യം മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. തന്ത വൈവേ, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഒരു ഫ്ലോയിൽ സംസാരിച്ച് വരുമ്പോ അതിനിടെ കയറരുത്. ആ, അപ്പൊ പറഞ്ഞു വന്നത്, അതേ അന്തസ്സ് അഭിമാനവും ഞങ്ങൾക്കുണ്ട്. സത്യം പറഞ്ഞ നിങ്ങളൊക്കെ കാരണതെല്ലാം പോയി കിടക്കാം. അതൊന്ന് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയില് വീണ്ടും തരികടയായിട്ട് വരല്ലേ മേഡം? അയ്യോ ചേട്ടാ, ഞാൻ അങ്ങനൊന്നും മനസ്സിൽ കരുതിയിട്ടല്ല വന്നത്. നിങ്ങളെയൊക്കെ ഒന്ന് കാണാലോ എന്ന് കരുതി വന്നത്. രാധമ്മയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, അതാ വന്നത്. അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഋതികെ. ഓരോന്നിനും ഓരോ ലിമിറ്റൊക്കെ ഉണ്ട്. അതും കഴിഞ്ഞ് ഓരോന്നിങ്ങനെ ചെയ്തോണ്ടിരുന്നാലേ ആരായാലും പ്രതികരിക്കും. പ്രിയച്ചി, അതുകൊണ്ട് ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്. ഇതൊരു അപേക്ഷയാ. ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ മാഡം. ചേച്ചി, ഋതിക മാഡത്തിന് ഓരോന്ന് പറഞ്ഞു ഇങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഓ, നിനക്ക് നാക്കുണ്ടോ? അത് ഞങ്ങൾക്കാർക്കും വേണ്ടി പൊങ്ങുന്നത് കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ഋതികയെ പറഞ്ഞപ്പോ നാക്ക് പൊങ്ങുകയും ചെയ്തു.